അമേരിക്ക ധാർഷ്ട്യത്തിന്റെ ഭാഷ ഉപയോഗിക്കുകയും പാശ്ചാത്യ ശക്തികൾ ഉപരോധവും നിലപാടുകളും പഠിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നും ചൈനയിലേക്ക് എത്തുന്നു. ചൈനയിൽ നടക്കുന്ന സൈനിക പരേഡിൽ ഇവർ പങ്കെടുക്കും. കൂടാതെ 26 രാജ്യങ്ങളിലെ തലവന്മാരും ഇല്ലെങ്കിൽ ഭരണാധികാരികളും ഉദ്യോഗസ്ഥന്മാരുമൊക്കെ ഈ ചൈനയിൽ നടക്കുന്ന ടിയാൻമെൻ സ്ക്വയറിൽ നടക്കുന്ന ഈ സൈനിക പരേഡിൽ പങ്കെടുക്കുമെന്ന് ചൈന അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പറയുന്നത് സെപ്റ്റംബർ 3-നാണ് ചൈനയുടെ വിജയദിന പരേഡ്. ഈ പരേഡിൽ പുടിനും കിം ജോങ് ഉന്നും പ്രധാന അതിഥികളായിരിക്കും. നമുക്കറിയാം, ഇപ്പോൾ റഷ്യക്ക് എതിരെ ഉപരോധം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി പാശ്ചാത്യ ശക്തികൾ നീങ്ങുന്ന സാഹചര്യമാണ്. ഉത്തര കൊറിയ 2006 മുതൽ അമേരിക്കയുടെയും പാശ്ചാത്യ ശക്തികളുടെയും ഉപരോധത്തിൽ പെട്ടിരിക്കുന്ന രാജ്യമാണ്. ഏതായാലും 2019 ശേഷം കിം ജോങ് ഉന്നും 2024 ശേഷം വ്ളാഡിമിർ പുടിനുമൊക്കെ ചൈനയിലേക്ക് എത്തുന്നത് ഒരു സൈനിക പരേഡിന് സാക്ഷ്യം വഹിക്കുവാനാണ് എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ ഈ പരേഡിൽ ഇറാൻ പ്രസിഡന്റ് പെഷസ്കിയാൻ, ബെലാറസ് പ്രസിഡന്റ് അലക്സാണ്ടർ ലുക്കഷെങ്കോ, ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവോ തുടങ്ങിയവർ ഇതിൽ പങ്കെടുക്കുന്നു. ഒപ്പം തന്നെ ദക്ഷിണ കൊറിയയുടെ സ്പീക്കർ വു വോൺ കൂടി ഇതിൽ പങ്കെടുക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. കാരണം നമുക്കറിയാം, അമേരിക്കയുടെ ഒരു സഖ്യകക്ഷി പോലെയാണ് ദക്ഷിണ കൊറിയ. പക്ഷെ എന്തുകൊണ്ട് ഈ പരേഡിൽ പങ്കെടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജപ്പാനെതിരെ 2ാം ലോക മഹായുദ്ധത്തിൽ ചൈന നേടിയ വിജയത്തിന്റെ ഒരു ആഘോഷം കൂടിയാണിത്. അതുകൊണ്ടായിരിക്കണം ഒരു ജപ്പാനുമായി അകന്നു നിൽക്കുന്ന ദക്ഷിണ കൊറിയ ഈ ഒരു പരേഡിൽ പങ്കെടുക്കുന്നത്. ഇന്ത്യയുടെ ഭരണാധികാരി അല്ലെങ്കിൽ ഇന്ത്യയുടെ മന്ത്രിമാർ ആരെങ്കിലും ആയിരിക്കാം ഒരുപക്ഷെ ഇതിൽ പങ്കെടുക്കുന്നത്. അതിനെക്കുറിച്ച് വ്യക്തതയില്ല. കാരണം നിലവിൽ ഇന്ത്യ ജപ്പാൻ ബന്ധം വളരെ ദൃഢവുമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ഉദ്യോഗ തലത്തിൽ നിന്നോ ഇല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും മന്ത്രിമാരോ ഒക്കെ പങ്കെടുക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. ഏതായാലും ഈ ഒരു ശാക്തിക ചേരി മാറ്റം ഇല്ലെങ്കിൽ ഈ ഒരു സൈനിക പരേഡ് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു രാജ്യവും ഇല്ല എന്നുകൂടി ചൈന വാർത്താ സമ്മേളനത്തിൽ പറയുന്നു. ചൈന പറയുന്നത് ഇത് ഏഷ്യയിൽ ഉള്ള തലവന്മാർ മാത്രമാണ് ഇതിൽ പങ്കെടുക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ഒരാളും ഒരു ഉദ്യോഗസ്ഥൻ പോലും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ വ്യക്തമായി തന്നെ ഒരു സൈനിക മുന്നറിയിപ്പ് കൂടിയായി മാറുകയാണ് ഈ വിജയ് ദിൻ പരേഡ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ചില സൂചനകളും അന്താരാഷ്ട്ര വിദഗ്ധർ കരുതുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.